പൊതുവായ വർക്ക്ഷോപ്പ് ഉപകരണങ്ങളും പവർ ടൂളുകളും എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യുന്നത് തുടരാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് ലോക്കിംഗ് ഉപകരണങ്ങൾ ടൈറ്റ് ആക്കുന്നത് മനസ്സിലാക്കുക, ഫ്ലെയർ ജോയിന്റുകളും ഫിറ്റിങ്ങുകളും ഉണ്ടാക്കാൻ പഠിക്കുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സർക്ലിപ്പ് പ്ലയർ, കോമ്പിനേഷൻ പ്ലയർ, ട്യൂബ് കട്ടർ, ഫ്ലെയറിംഗ് ടൂൾ കിറ്റ്, ക്രമീകരിക്കാവുന്ന റെഞ്ച്, പ്രഷർ ഗേജ് യൂണിറ്റ്. ആവശ്യമായ വസ്തുക്കൾ: സ്ലോട്ട് നട്ട്, ദ്വാരമുള്ള ബോൾട്ടുകൾ, സ്പ്ലിറ്റ് പിൻ, സർക്ലിപ്പ്, വയർ റിംഗ് ക്ലാമ്പ്, ഹോസ്, ചെമ്പ് അല്ലെങ്കിൽ പിച്ചള ട്യൂബ്, ത്രെഡ് സീൽ ടേപ്പ്, ഫ്ലെയർ നട്ട്, കോട്ടൺ വേസ്റ്റ്. ലോക്കിംഗ് ഉപകരണങ്ങൾ ടൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അറിയാം. നമുക്ക് ഒരു ദ്വാരമുള്ള ബോൾട്ടും ലോക്ക് ചെയ്യാൻ സ്ലോട്ടുകളുള്ള ഒരു നട്ടും എടുക്കാം. ആദ്യം നിർദ്ദിഷ്ട ടോർക്കിൽ നട്ട് മുറുക്കുക. നട്ട് അമിതമായി മുറുക്കരുത്. ഇപ്പോൾ ബോൾട്ടിൻ്റെ ദ്വാരങ്ങളും നട്ടിൻ്റെ സ്ലോട്ട് അലൈൻമെൻറ്റും പരിശോധിക്കുക. രണ്ട് ദ്വാരങ്ങളും നന്നായി കാണുകയും അലൈൻമെൻറ്റ് ചെയ്യുകയും വേണം. അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നട്ട് ചേരുന്ന വിധത്തിൽ മുറുക്കി ഹോൾ അലൈൻ ചെയ്യുക. ഒരു സ്പ്ലിറ്റ് പിൻ എടുത്ത് സ്ലോട്ടിലും ദ്വാരത്തിലും പിൻ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ലൂപ്പ് ഒരു ലംബ തലത്തിലാണ്. കോപ്പർ ഡ്രിഫ്റ്റോ ചുറ്റികയോ ഉപയോഗിച്ച് സ്പ്ലിറ്റ് പിൻ പൂർണ്ണമായും നട്ടിനുള്ളിൽ കയറ്റുക. ഇപ്പോൾ ഒരു പ്ലെയർ ഉപയോഗിച്ച് സ്പ്ലിറ്റ് പിന്നിന് നീളമുള്ള ഭാഗം പുറത്തേക്ക് വളയ്ക്കുക. ഒരു ഇൻറ്റേർണൽ സർക്ലിപ്പ് അല്ലെങ്കിൽ സ്നാപ്പ് റിംഗ് സുരക്ഷിതമാക്കുന്നതിൽ ഇൻറ്റേർണൽ സർക്ലിപ്പ് പ്ലെയർ ഉപയോഗിക്കുന്നത് ഉൾപ്പെടുന്നു. ഈ പ്ലെയറുകൾ ഒരു ബോറിൻ്റെ ഗ്രൂവിനുള്ളിൽ ആന്തരിക സർക്കിളുകൾ സ്ഥാപിക്കുന്നതിനും തിരിച്ചെടുക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഒരു ദ്വാരമുഖത്ത് ഒരു സർക്ലിപ്പ് പിടിക്കാൻ ഒരു ആന്തരിക സർക്ലിപ്പ് പ്ലെയർ ഉപയോഗിക്കുക. പ്ലെയർ ഉപയോഗിച്ച് സർക്ലിപ്പ് അമർത്തുക. അപ്പോൾ സർക്ലിപ്പിൻ്റെ വ്യാസം ദ്വാരത്തിൻ്റെ വ്യാസത്തേക്കാൾ ചെറുതാകും. സർക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യുക. ക്ലിപ്പ് ഗ്രോവിൽ ചതുരാകൃതി ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സർക്ലിപ്പ് കറക്കി ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കറക്കിയതിനു ശേഷം പ്ലെയർ പുറത്തെടുക്കുക. എക്സ്റ്റേണൽ സർക്ലിപ്പ് പ്ലെയർ അല്ലെങ്കിൽ സ്നാപ്പ് റിംഗ് ലോക്കിംഗ്. ഒരു എക്സ്റ്റേണൽ സർക്ലിപ്പ് പ്ലെയറിൻ്റെ സഹായത്തോടെ സർക്ലിപ്പ് ഷാഫ്റ്റിൻ്റെ അറ്റത്ത് പിടിക്കുക. എക്സ്റ്റേണൽ സർക്ലിപ്പ് പ്ലെയർ അമർത്തുക. അങ്ങനെ സർക്ലിപ്പിൻ്റെ വ്യാസം വലുതാക്കാം. സർക്ലിപ്പ് സ്ലൈഡ് ചെയ്ത് ഷാഫ്റ്റ് ഗ്രോവിൽ സെറ്റ് ചെയ്യുക. സർക്ലിപ്പ് ഗ്രോവിൽ ശരിയായി ഇരിക്കുന്നു എന്നും സ്വതന്ത്രമായി തിരിയുന്നു എന്നും ഉറപ്പാക്കുക. ഇപ്പോൾ പ്ലെയർ പുറത്തെടുക്കുക. വയർ റിംഗ് ക്ലാമ്പ് ലോക്കിംഗ്. ഈ ജോലി നിർവഹിക്കുന്നതിന് നമ്മൾ ഒരു കോമ്പിനേഷൻ പ്ലെയർ ഉപയോഗിക്കാം. ഹോസ് പൈപ്പ് സ്ഥാപിക്കേണ്ട പുറം ഉപരിതലം വൃത്തിയാക്കുക. എളുപ്പത്തിൽ ചേർക്കുന്നതിന് സ്റ്റാർട്ടിംഗ് എൻഡ് സർഫേസിൽ ഗ്രീസ് പുരട്ടുക. പൈപ്പ് ഫ്ലെയറിങ്ങും കട്ടിംഗ് ടൂളുകളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. പൈപ്പുകളും മെറ്റൽ ട്യൂബുകളും മുറിക്കുന്നതിനുള്ള സോയേക്കാൾ പൈപ്പ് കട്ടർ നല്ലതാണ്. കട്ടറിലെ മൂർച്ചയുള്ള ചക്രം കട്ടിംഗ് ചെയ്യുന്നു. ഉപകരണം പൈപ്പിന് ചുറ്റും തിരിയുമ്പോൾ സ്ക്രൂ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അവസാനം പൈപ്പ് മുറിയുന്നതുവരെ ചക്രത്തെ പൈപ്പിലൂടെ ആഴത്തിലും കറക്കുന്നു. ഇനി ഒരു പൈപ്പ് കട്ടർ ഉപയോഗിച്ച് GI പൈപ്പ് അഥവാ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എങ്ങനെ മുറിക്കാമെന്ന് നോക്കാം. ആവശ്യത്തിന് നീളമുള്ള ഒരു GI പൈപ്പ് ഉപയോഗിച്ച് ആരംഭിക്കുക. നിങ്ങൾ മുറിക്കാൻ ഉദ്ദേശിക്കുന്ന കൃത്യമായ സ്ഥലം അടയാളപ്പെടുത്താൻ ഒരു കഷ്ണം ചോക്ക് ഉപയോഗിക്കുക. GI പൈപ്പ് ദൃഢമായി മുറുക്കി പൈപ്പ് വൈസിൽ ഉറപ്പിക്കുക. GI പൈപ്പിൽ പൈപ്പ് കട്ടർ സ്ഥാപിക്കുക. പൈപ്പിൻ്റെ ഉപരിതലത്തിൽ കട്ടിംഗ് വീൽ സുരക്ഷിതമാക്കാൻ ജാക്ക് സ്ക്രൂ ഉപയോഗിക്കുക. കട്ടിംഗ് വീൽ 90 ഡിഗ്രി കോണിൽ അടയാളപ്പെടുത്തിയ വരയുമായി കൃത്യമായി ചേർന്നോ എന്ന് പരിശോധിക്കാൻ 1-2 പ്രാവശ്യം പൈപ്പിന് ചുറ്റും കറക്കുക. കട്ടിംഗ് വീലിൽ സമ്മർദ്ദം ചെലുത്താൻ ജാക്ക് സ്ക്രൂ ഇൻസേർട്ട് ചെയ്യുക. ഈ മർദ്ദം നിലനിർത്തിക്കൊണ്ട് കട്ട കറക്കുന്നത് തുടരുക. കട്ടിംഗ് വീലിൽ ബലം പ്രയോഗിക്കുന്നത് തുടരുക. പൈപ്പ് പൂർണ്ണമായി മുറിയുന്നതുവരെ കറക്കുന്നത് തുടരുക. കട്ടിംഗ് പൂർത്തിയായാൽ പൈപ്പ് വീഴാതിരിക്കാൻ സുരക്ഷിതമായി പിടിക്കുക. അവസാനമായി ആവശ്യമുള്ള രൂപത്തിലും അവസ്ഥയിലും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ പൈപ്പിൻ്റെ അറ്റങ്ങൾ പരിശോധിക്കുക. ഫ്ലെയർ ജോയിൻറ്റുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നും അവയെ ഫ്ലെയർ ഫിറ്റിങ്ങുകൾ ഉപയോഗിച്ച് എങ്ങനെ പരിശോധിക്കാമെന്നും ഇപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ട്യൂബിൽ ഫിറ്റിങ്ങുകൾ കണക്ട് ചെയ്യുമ്പോൾ ട്യൂബിൻ്റെ അറ്റം ഒരു ഫ്ലെയർ ആക്കി രൂപപ്പെടുത്തുന്നതും
ഒരു എയർ ടൈറ്റ് സീലിനായി ഫ്ലെയർ സുരക്ഷിതമാക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫിറ്റിങ്ങുകൾ ഉപയോഗിക്കുന്നതും ഒരു സാധാരണ സാങ്കേതികതയിൽ ഉൾപ്പെടുന്നു. ഈ ഫ്ലെയറുകൾ സൃഷ്ടിക്കുന്നതിന് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഫ്ലെയറിംഗ് 2 തരത്തിലാണ് വരുന്നത്: സിംഗിൾ ലെയർ ഫ്ലെയർ, ഡബിൾ ലെയർ ഫ്ലെയർ. ഒരു പൈപ്പിൻ്റെ ഒരറ്റം നിയന്ത്രിതമായി വികസിപ്പിക്കുന്നതിനെ ഫ്ലെയറിംഗ് എന്ന് പറയുന്നു. ബ്രേക്ക് ലൈനുകൾ, ഇന്ധന പൈപ്പുകൾ, എയർ കണ്ടീഷണർ പൈപ്പുകൾ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ ഈ സാങ്കേതികവിദ്യ സാധാരണയായി ഉപയോഗിക്കുന്നു. നിങ്ങൾ ഫ്ലെയറിംഗുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് പൈപ്പ് ഫ്ലെയറിംഗ് ടൂൾ പരിശോധിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഫ്ലെയറിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് പൈപ്പിൻ്റെ അറ്റം മുനയുള്ള അരികുകളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുക. ഫ്ലെയർ നട്ട് പൈപ്പിലേക്ക് സ്ഥാപിക്കുന്നതോടെ ആരംഭിക്കുക. പൈപ്പിൻ്റെ അളവുകളുമായി പൊരുത്തപ്പെടുന്നതിന് ഫ്ലെയറിംഗ് ടൂളിൽ ഉചിതമായ വലിപ്പമുള്ള ദ്വാരം തിരഞ്ഞെടുക്കുക. ഫ്ലെയറിംഗ് ബ്ലോക്കിൻ്റെ 2 അറ്റത്തും നട്ടുകൊണ്ട് സുരക്ഷിതമായി ഉറപ്പിക്കുക. കോണിൽ എണ്ണ പുരട്ടുക. എന്നിട്ട് ക്രമേണ പൈപ്പിൻ്റെ അറ്റത്ത് ത്രെഡ് ചെയ്യുക. ഈ പ്രക്രിയ പൈപ്പിൻ്റെ അറ്റത്ത് ഒരു ഫ്ലെയർ രൂപപ്പെടുത്താം. അടുത്തതായി ബ്ലോക്കിൽ നിന്ന് ഫ്ലെയർഡ് പൈപ്പിനൊപ്പം ഫ്ലെയറിംഗ് ബ്ലോക്ക് വേർപെടുത്തി നീക്കം ചെയ്യുക. വിള്ളലിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഫ്ലെയർ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ഫ്ലെയർ ശരിയായ വലിപ്പത്തിലുള്ളതാണെന്ന് സ്ഥിരീകരിക്കുക. അത് ഫ്ലെയർ നട്ടിനുള്ളിൽ നന്നായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഫിറ്റ് വളരെ ലൂസാണെങ്കിൽ ഒരു പുതിയ ഫ്ലെയർ സൃഷ്ടിക്കാൻ പ്രക്രിയ ആവർത്തിക്കുക. ഫ്ലെയർ സൃഷ്ടിക്കുന്നതിനുള്ള കണക്കുകൂട്ടൽ വ്യക്തമാക്കുന്നതിന് നമുക്ക് ഒരു ഉദാഹരണം പരിഗണിക്കാം. വിവിധ പൈപ്പ് വലിപ്പങ്ങൾ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്ത 5 ദ്വാരങ്ങൾ ഒരു ഫ്ലെയറിംഗ് ടൂൾ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് 4/1 ഇഞ്ച്, അതായത് 6 മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് ഫ്ലെയറിംഗ് ബ്ലോക്കിൻ്റെ മുകളിൽ നിന്ന് കുറഞ്ഞത് 2 മില്ലിമീറ്റർ എങ്കിലും ഉയർന്നു നിൽക്കുന്ന വിധത്തിൽ സ്ഥാപിക്കുക. പൈപ്പിൻ്റെ വ്യാസം 3 കൊണ്ട് ഹരിച്ചാണ് ഈ നിർദ്ദിഷ്ട അളവ് നിർണ്ണയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 6 മില്ലിമീറ്റർ 3 കൊണ്ട് ഹരിച്ചാൽ 2 മില്ലിമീറ്റർ തുല്യമാണ്. ഇപ്പോൾ ഫ്ലെയർ ഫിറ്റിങ്ങുകളുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാം. ത്രെഡുകളിൽ ത്രെഡ് സീൽ ടേപ്പ് പ്രയോഗിച്ചുകൊണ്ട് ആരംഭിക്കുക. ഫ്ലെയർ നട്ട് പിന്നിലേക്ക് സ്ലൈഡ് ചെയ്ത് ഫ്ലെയർഡ് ട്യൂബ് ഫിറ്റിങ്ങിൽ സ്ഥാപിക്കുക. ഫ്ലെയർ നട്ട് സുരക്ഷിതമായി മുറുക്കാൻ അഡ്ജസ്റ്റബിൾ റെഞ്ച് അല്ലെങ്കിൽ ഉചിതമായ ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിക്കുക. നട്ട് അമിതമായി മുറുക്കുന്നത് ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക, കാരണം ഇത് വിള്ളൽ വീഴുന്നതിനോ മുറിയുന്നതിനോ ഇടയാക്കും. ഫ്ലെയർ നട്ട് ഉപയോഗിച്ച് ട്യൂബിൻ്റെ ഒരറ്റം സിലിണ്ടറിലേക്ക് ഉറപ്പിക്കുക. തുടർന്ന് മറ്റൊരു ഫ്ലെയർ നട്ട് ഉപയോഗിച്ച് ട്യൂബിൻ്റെ എതിർ അറ്റത്ത് ഒരു പ്രഷർ ഗേജ് ഘടിപ്പിക്കുക. സാധ്യതയുള്ള ചോർച്ച പരിശോധിക്കുന്നതിന് ഒരു സോപ്പ് ലായനി പ്രയോഗിച്ച് കുമിളകൾ രൂപപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ചോർച്ചയില്ലെങ്കിൽ ഗേജിലെ മർദ്ദം സ്ഥിരമായി നിലനിൽക്കും. എന്നിരുന്നാലും ഒരു ചോർച്ച ഉണ്ടെങ്കിൽ മർദ്ദം കുറയും. നട്ട് മുറുക്കുകയാണെങ്കിൽ ഇത് കുറയുന്നു. വർക്ക്ഷോപ്പ് ടൂളുകളും പവർ ടൂളുകളും കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഈ സെഷൻ സമ്മറൈസ് ചെയ്യാം. ലോക്കിംഗ് മെക്കാനിസങ്ങൾ സുരക്ഷിതമാക്കുക, ഫ്ലെയർ ജോയിൻറ്റുകളും കണക്ഷനുകളും രൂപപ്പെടുത്തുക, പൈപ്പ് ഫ്ലെയറിംഗ്, കട്ടിംഗ് ടൂളുകൾ കൈകാര്യം ചെയ്യുക, ഫ്ലെയർ ഫിറ്റിങ്ങുകളുമായി ബന്ധിപ്പിക്കുക എന്നിങ്ങനെ ഒന്നിലധികം വിഷയങ്ങൾ അറിവ് നേടുക. ഫലപ്രദമായ ഉപയോഗത്തിനും പരിപാലനത്തിനുമായി ആന്തരികവും ബാഹ്യവുമായ സർക്ലിപ്പ് ഫ്ലെയറുകൾ, പൈപ്പ് കട്ടറുകൾ, ഫ്ലെയർ നട്ട് റെഞ്ചുകൾ എന്നിവ പോലുള്ള പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഫ്ലെയർ ഫിറ്റിംഗ് ഉപയോഗിച്ച് സുരക്ഷിതമായ കണക്ഷൻ സ്ഥാപിക്കുന്നതിന് പൈപ്പിൻ്റെ ഒരറ്റം വികസിപ്പിച്ച് വായു കടക്കാത്ത മുദ്ര ഉറപ്പാക്കുന്നത് ഫ്ലെയറിംഗിൽ ഉൾപ്പെടുന്നുവെന്ന് തിരിച്ചറിയുക.